ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്ന ആദ്യത്തെ വോൺ വോയിസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് സലാലെന്ന് ജോർജിയയിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സലാല എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 9 മണിക്കാണ് നമുക്ക് ദുബായ്ക്കുള്ള ഫ്ലൈറ്റ്. ദുബായ് കണക്ഷനാണ് കേട്ടോ. ദുബായ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മളായിരുന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്നത്. നമ്മളെ കഴിഞ്ഞപ്പോൾ ബോർഡിങ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് നമുക്കൊന്ന് ടെൻഷൻ മാറിയത്. ഒമാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വേറൊരു കൺട്രിയാണ് കേട്ടോ ജോർജിയക്കുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കുട്ടികൾ മാത്രമല്ല നമ്മൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ജോർജിയ പോവാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത് കേട്ടോ. പോവാന്നുള്ള ഒരു 3 ദിവസത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നു, സ്കൂൾ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് തീരുമാനമെടുത്തത്. സലാൽ എന്ന ദുബൈയിലേക്ക് നമുക്ക് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്താണ് കേട്ടോ ട്രാവലിംഗ് ടൈം വരുന്നത്. ഫുഡായിട്ട് പിന്നെ നമുക്ക് കിട്ടിയത് ചീസ് ബർഗറും ഒരു കേക്കും പിന്നെ വെള്ളമാണ് കേട്ടോ എല്ലാവർക്കും കിട്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി. ഇനി നമുക്ക് ടിബിലിസി എയർപോർട്ടിലോട്ടാണ് പോകാനുള്ളത് ജോർജിയയിൽ. പിന്നെ ഇവിടെ 2 hours വെയിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ്. പ്ലെയിൻ ഓംലെറ്റും സോസേജും ആയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു.
നമ്മൾ ടിബിലിസി എയർപോർട്ടിൽ ഇറങ്ങി കേട്ടോ. സത്യം പറയുക ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ജാക്കറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ്റെ പേര് മെർലിൻ എന്നാണ്. ട്രിവാൻഡ്രത്താണ് വീട്. അപ്പം നമ്മൾ അവൻ്റെ കൂടെ പോവാണ് കേട്ടോ, നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. പോണ വഴിയിൽ അവിടുത്തെ മരങ്ങളും സ്ട്രീറ്റും ലൈറ്റൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ ഭയങ്കര ഒരു നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. പിന്നെ വീഡിയോസ് അപ്ലൈ നമ്മൾ എടുക്കൽ തുടങ്ങി. ഇതാണ് കേട്ടോ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ. ക്ലോക്സ് എന്നാണ് പേര്. ഒരു 4 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. സ്യൂട്ട് റൂമാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 റൂമാണ് വരുന്നത്. 302 304 റൂം നമ്പർ വരുന്നത്. പക്ഷേ നമുക്ക് ഒരു റൂമിൽ തന്നെ മറ്റൊരു റൂമിലേക്ക് ഒരു കണക്ഷൻ ഡോർ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്കൊരു ഫാമിലിക്ക് വരികയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളുടെ റൂമിൽ തന്നെ നമ്മുടെ റൂമിലേക്ക് കടക്കാനൊരു ഡോർ വരുന്നുണ്ട്. നമുക്ക് പുറത്തു കൂടെ സെപ്പറേറ്റ് ആയിട്ട് കടന്നു വരേണ്ട ആവശ്യമില്ല. ഈ റൂമിൽ തന്നെ നമുക്കൊരു ഡോർ ഉള്ളതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ആവില്ല കേട്ടോ. റൂമിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് കേട്ടോ. പിന്നെ 4 സ്റ്റാർ ഹോട്ടലാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ആവശ്യമുള്ള ബ്രഷ് ആയാലും പേസ്റ്റ് ആയാലും ടർക്കി ചെരുപ്പ് എല്ലാം നമുക്ക് അവിടെ കിട്ടും. നമ്മൾ സെപ്പറേറ്റ് ആവുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടികളുടെ റൂം. അതിൽ 2 ബെഡ് വരുന്നുണ്ട്. പിന്നെ മിററ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഒരു കോഫി ഉണ്ടാക്കണമെങ്കിൽ കോഫി ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. നമുക്ക് കെറ്റിൽ വരുന്നുണ്ട്, വാട്ടർ വരുന്നുണ്ട്, ഫ്രിഡ്ജ്, ലോക്കർ, അങ്ങനത്തെ എല്ലാം നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ 2 റൂമിൽ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കോഫി ഉണ്ടാക്കാനുള്ളതും എല്ലാവിധ സെറ്റപ്പും വരുന്നുണ്ട്. 2 ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് കേട്ടോ 2ാമത്തെ റൂം വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതിലും നമ്മൾ നേരത്തെ കാണിച്ച അതേ റൂമിൻ്റെ പോലുള്ള എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട്.
നേരത്തെ പറഞ്ഞ കണക്ഷൻ റൂം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് സ്യൂട്ട് റൂം എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരാറ്. ഇപ്പോൾ ഒരു റൂമിൽ തന്നെ മറ്റു റൂമിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തോന്നില്ല, ഒറ്റ റൂമായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ. നമുക്ക് പുറത്തു കൂടെ പോയിട്ട് ഈ റൂമിലേക്ക് വരേണ്ട ഒരാവശ്യം വരുന്നില്ല. ഈ ഒരു റൂമിൽ 2 റൂമിൽ ഓരോ ഡോറ് വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ലോക്ക് ചെയ്യും, വേണമെങ്കിൽ തുറക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നാളെ നമുക്ക് ജോർജിയയിലെ വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.